വാർത്തകൾ വായിക്കുന്നത് അനുജി. നഗരസഭയുടെ ഭവന പുനരുദ്ധരണ പദ്ധതി പ്രകാരം 105 കുടുംബങ്ങൾക്കായി നൽകുന്ന 1,10,00,000 രൂപയുടെ സാമ്പത്തിക സഹായത്തിന്റെ വിതരണോദ്ഘാടനം ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു. സർക്കാരിൽ നിന്നും വിവിധ ഭവന നിർമ്മാണ പദ്ധതികൾ പ്രകാരം സാമ്പത്തിക സഹായം ലഭിച്ചിട്ടും വ്യത്യസ്ത കാരണങ്ങളാൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കുവാൻ കഴിയാത്തവരായ ഗുണഭോക്താക്കൾക്ക് അടച്ചുറപ്പുള്ള സ്വന്തമായൊരു ഭവനം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യവുമായി നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭവന പുനരുദ്ധരണ പദ്ധതി. നിങ്ങൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ അത് തികയാതെ വരുന്നതുകൊണ്ട് ആവശ്യമായ പൈസ കുറെ കൂടി നഗരസഭയിൽ തരുന്നു. അത് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്നാണ്, എന്ന് വെച്ചാൽ തനത് ഫണ്ടിൽ നിന്ന്, എന്ന് വെച്ചാൽ ജനങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കുന്ന നികുതി പണം അല്ലേ, അത് നഗരസഭയിൽ ഉള്ളതിൽ നിന്നാണ് എടുത്തു തരുന്നത്. നഗരസഭയുടെ മടിശ്ശീലയിൽ നിന്ന് എടുത്തു തരുന്നത് ചുരുക്കം. അപ്പോൾ അത്ര വിലപ്പെട്ട പണമാണ് തരുന്നത്, ജനങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസയാണ്. അപ്പൊ അത് നമ്മൾ നല്ലവണ്ണം വിനിയോഗിക്കണം. അതിന് ചെറിയ പോരായ്മ ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരെയും വിളിച്ചു ചേർത്ത് ആ കാര്യങ്ങൾ ഒന്നുകൂടി ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ നമ്മൾ വെച്ചിട്ടുള്ളത്. പലപ്പോഴും ഒന്നാം കടി കൊടുക്കും, അത് തന്നെ പലരും അപേക്ഷ എല്ലാവരും വെക്കും വാട്സപ്പിൽ അല്ലെ, ഈ ഭവന പുനരുദ്ധാരണത്തിന് നമ്മളെല്ലാവരും വീട് മെയിൻ്റനൻസ് നമ്മൾ പറഞ്ഞു ആ ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ അപേക്ഷ വെക്കും. അപേക്ഷ വെച്ച് ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ രേഖകൾ കൊടുത്തത് സർക്കാർ പണമാണല്ലോ, നഗരസഭയുടെ പണമാണല്ലോ. അപ്പൊ അത് വെറുതെ തരാൻ പറ്റില്ലോ, അതിന് രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായ കണക്കും പരിശോധനകളും ഉണ്ട് ഗവൺമെന്റ് ഭാഗത്ത്. അപ്പോ അതിനാവശ്യമായ രേഖകൾ തരാമെന്ന് പറയുന്നത് രേഖകൾ തരില്ല, അവിടെ തന്നെ സംഗതി മനസ്സിലായി. ഇനി രേഖകൾ തന്നെ ഒന്നാം കടി മേടിച്ചവര് അത് കൃത്യമായി പണികൊടുക്കില്ല, പലരുടെ സ്ഥിതി അവിടെ നിൽക്കുകയാണ്, മനസ്സിലായോ. ഇനി ഒന്നാം കടി മേടിച്ചവര് രണ്ടാം കടവും മേടിക്കാൻ എന്ന വിധത്തിൽ പണി പൂർത്തിയാക്കില്ല. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഇത് 90% കുഴപ്പവും, ഈ പദ്ധതി പൂർത്തീകരിക്കാത്തതിന്റെ 90% കുഴപ്പവും ഇത് ഗുണഭോക്താക്കളേതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി 2,25,00,000 രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും ഈ പദ്ധതി പ്രകാരം വിതരണം ചെയ്തുവെന്ന് ചെയർമാൻ അറിയിച്ചു. വിതരണോദ്ഘാടന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ടി വി എലിയസ്, ജാൻസി അരീക്കൽ, ലക്സി ജോയ്, ജിത ഷിജോയ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, കൗൺസിലർമാരായ ബാസ്റ്റൻ ഡി പാറക്കൽ, റോസ്ലി തോമസ്, ലിസി പോളി, ലില്ലി ജോയ്, PN ജോഷി, അജിത ഷിജോ, രജനി ശിവദാസൻ, ക്ലീൻ സിറ്റി മാനേജർ അനിൽ R, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് സക്കറിയ, കില റിസോഴ്സ് പേഴ്സൺ P ശശി എന്നിവർ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാം അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നഗരസഭ ഗുണഭോക്താക്കളുടെ ആവശ്യം മുൻകണ്ട് അവരോടൊപ്പം തന്നെ കൈത്താങ്ങായി കരുതലായി കൂടെ തന്നെയുണ്ട്. 2020 വർഷം മുതൽ മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ചെലവഴിക്കാതെ പോയ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള തുക അത് ഏതൊക്കെയാണ് കണ്ടെത്തി, ഏതൊക്കെ തുകകളാണ് ഇനി ചെലവഴിക്കാനെന്ന് കണ്ടെത്തി വളരെ നല്ല രീതിയിൽ ഈ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ 2024 എത്തി നിൽക്കുമ്പോഴും അതിന്റെ ഓരോ ഗുണഭോക്താക്കളെയും കണ്ടുപിടിച്ച് നല്ല രീതിയിൽ ചെലവഴിച്ച നമ്മുടെ പ്രോജക്ട് ഓഫീസർ പ്രകാശ് ശശിക്ക് നല്ലൊരു കൈയടി തന്നെ നമുക്ക് കൊടുക്കാം. സാധാരണ ഒരു ഓഫീസർ വരുമ്പോ ഈ വർഷത്തെ നോക്കിയാൽ മതി, കഴിഞ്ഞ വർഷത്തെ ഇതായി, നഗരസഭയ്ക്കും ലാഭമായി, അത്രയും നമ്മുടെ തനത് ഫണ്ട് ഇവിടെ കിടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഇനിയും അവർക്ക് ഈ തുക ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് മുൻ വർഷങ്ങളിലെ ഉപയോഗിക്കാതെ കിടന്നിരുന്ന അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ നമ്മുടെ വീടുകൾ സന്ദർശിക്കും. പണി പൂർത്തീകരിച്ചോ എന്നുള്ളത് സംബന്ധിച്ച് അവർ കൃത്യമായ റിപ്പോർട്ട് നഗരസഭയ്ക്ക് നൽകും. അങ്ങനെ റിപ്പോർട്ട് നൽകുമ്പോൾ പണി പൂർത്തീകരിക്കാത്തവർക്ക് പണം നൽകാൻ കഴിയില്ല. ചിലത് തിരിച്ചടയ്ക്കേണ്ടുന്ന അവസ്ഥയും വരും. അപൂർവം ചിലപ്പോൾ 1-2 നമ്മുടെ കാരണവന്മാര് വാട്ടീസടിച്ച് തീർക്കും. അതായത് മറ്റു പല ആവശ്യങ്ങൾക്കും ആ പണം ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിയായ രീതിയല്ല. കാരണം എന്റെയും നിങ്ങളുടെയും നികുതി പണമാണ് നിങ്ങൾക്ക് തന്നെ തന്നത്, നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് തന്നത് നമ്മൾ തന്നെ നികുതി കൊടുക്കുന്ന പണമാണ്.
അപ്പൊ അത് യഥാവിധി ഉപയോഗിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പോരായ്മകൾ സംഭവിക്കുന്നത്. അതിൽ SC വിഭാഗത്തിന്റെ ഫണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ കൃത്യമായി ചെലവഴിച്ചിട്ടുണ്ട്. വർഷത്തെ പാരമ്പര്യമുള്ള അങ്കമാലി പട്ടണത്തിലെ പ്രമുഖ സാനിറ്ററി ഷോപ്പായ
JK ഏജൻസീസിൽ നിങ്ങൾക്കായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പമ്പ് സെറ്റുകളായ ടെക്സ്മോ മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ, സമ്മേഴ്സിബിൾ പമ്പ് സെറ്റുകൾ, ബോർവെൽ പമ്പ് സെറ്റുകൾ എന്നിവയും പ്രമുഖ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ഗെബറിറ്റ്, വിയേഗ കൺസീൽഡ് ടാങ്കുകൾ, ബാത്റൂം ആക്സസറികൾ, ജാഗ്വാർ കമ്പനിയുടെ വാട്ടർ ഹീറ്ററുകൾ എന്നിവയും പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളായ ആസ്ട്രാൽ PVC പൈപ്പുകൾ ഫിറ്റിംഗുകൾ, ASTM പൈപ്പുകൾ ഫിറ്റിംഗുകൾ, CPVC പൈപ്പുകൾ ഫിറ്റിംഗുകൾ, ബോർവെൽ പമ്പുകൾക്ക് ഉപയോഗിക്കുന്ന ടെക്സ്മോ കമ്പനിയുടെ കോളം പൈപ്പുകൾ, വാട്ടർ സ്റ്റോറേജ് ടാങ്കുകൾ, പ്രമുഖ കമ്പനികളായ ജാഗ്വാർ, എസ്കോയുടെ ബാത്റൂം ഫിറ്റിംഗുകൾ, സാനിറ്ററി ഫിറ്റിംഗുകൾ, ഏഷ്യൻ പെയിന്റ്സ് കമ്പനിയുടെ ബാത്റൂം ഫിറ്റിംഗുകൾ, സാനിറ്ററി ഫിറ്റിംഗുകൾ, സിറ സാനിറ്ററി ഫിറ്റിംഗുകൾ, ബാത്ത് സാനിറ്ററി ഫിറ്റിംഗുകൾ എന്നിവയും ഡ്യൂറോഫ്ലെക്സ് കമ്പനിയുടെ സെക്ഷൻ ഹോഴ്സുകൾ, ഗാർഡൻ ഹോഴ്സുകൾ എന്നിവയും മിതമായ വിലയ്ക്ക് വിൽക്കപ്പെടുന്നു. കൂടാതെ സെപ്റ്റംബർ 20 വരെയുള്ള ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണുകളും ലഭ്യമാണ്. JK ഏജൻസീസ്, സാനിറ്ററി വേയേഴ്സ്, മഞ്ഞപ്പുറ റോഡ്, TB ജംഗ്ഷൻ, നിയർ മിനി സിവിൽ സ്റ്റേഷൻ, അങ്കമാലി. മൊബൈൽ നമ്പർ 9037644589. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.